ആരാ? ആരുടെ കല്യാണോ? വാവേടിയാ? ഏത് വാവാ? കാണിക്ക്, ഇങ്ങോട്ട് നോക്ക്. ചെക്കൻ്റെ പേര് പറഞ്ഞേ. ജിത്തു. ഞങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ഫസ്റ്റ് മാരേജ് ആണ്. അപ്പൊ അതിന്റേതായ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അവളുടെ ലൈഫിലെ ഒരു നെക്സ്റ്റ് ഒരു സ്റ്റേജിലേക്കാണ് അവള് കിടക്കാൻ പോണത്. അപ്പൊ അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. ഹാപ്പിയാണ്. പിന്നെ 1 year ആയിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഇപ്പോൾ കല്യാണം ആവാറായി. സന്തോഷം. ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ആളാണ്. അപ്പൊ അവളായിരിക്കും ഫസ്റ്റ് ബ്രൈഡ് എന്ന് ഞങ്ങൾ ഒട്ടും ഭയങ്കര ഞാൻ ആദ്യം കെട്ടും ഫസ്റ്റ് കെട്ടും എന്നൊക്കെ. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. എന്ത് സീരിയസ് കാര്യം പറഞ്ഞാലും ചിരിച്ചോണ്ടേ ഇരിക്കും. അതുകൊണ്ട് നിനക്ക് പക്വത വന്നിട്ടില്ല, നീ കല്യാണം കഴിക്കാനായില്ല, അതൊക്കെ നമ്മളെപ്പോഴും കളിയാക്കും. പക്ഷെ അവളാണ് മറ്റൊരു ലൈഫ് പാർട്ട്ണറെ കിട്ടിയതിൽ ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട്. मैं अगर कहूँ तुम सा हंसी कायनात में नहीं है कहीं, तारीफ ये भी तो सच है कुछ भी नहीं. നല്ലൊരു ഫ്യൂച്ചർ ഞങ്ങൾ ആശംസിക്കുന്നു. ഹാപ്പി ആയിട്ടിരിക്കുക. ജിതിനും ജസ്മിക്കും ഞങ്ങളുടെ ഹാപ്പി മാരേജ് ലൈഫ്. But I can't live in the middle, afraid of it all. I just need to feel the sun against my skin, 'cause I'm done with the cold. Go where nothing keeps the air from rushing in, so my heart can breathe again. I can see now, I'm so close, I can exhale, I can let go. പറയുകയാണെങ്കിൽ ജസ്മി എന്ത് പൊട്ടത്തരം കാണിക്കണം അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണം. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു കപ്പിൾസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് ശരിക്കും. സത്യം പറഞ്ഞാൽ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് കേട്ടിട്ടുണ്ട്, കുറെ അവിടെ ഇവിടെ ഒക്കെ വായിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ശരിക്കും മെയ്ഡ് ഫോർ ഈച്ച് അതർ തന്നെ. അവൾക്ക് എങ്ങനെ അറിഞ്ഞു കിട്ടിയത് എനിക്കറിയില്ല, പക്ഷെ കറക്റ്റ് ആയി കിട്ടിയേക്കണേ.